ഗബ്രി, അർജുൻ, ജാസ്മിൻ, അപ്സര ഇവരെല്ലാരും കൂടി കുറെ നേരമായിട്ട് നമ്മുടെ ജിൻഡോനെ പ്രൊവോക്ക് ചെയ്ത് കുരു പൊട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പുള്ളി അവിടെ പിടിച്ചു നിൽക്കുന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിയുടെ ക്ഷമയ്ക്ക് നമ്മളൊരു പീസ് പ്രൈസ് എങ്കിലും കൊടുക്കേണ്ടി വരും. ഗബ്രി ആണെങ്കിൽ നമ്മുടെ സിജോയുടെ ആ ഒരു സ്ട്രാറ്റജിയാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും പാഠം പഠിക്കാതെ സിജോയുടെ വഴിയെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗബ്രി മോനൂസ്. അയ്യോ കുഞ്ഞു വാവ, അരമണിക്കൂർ പാപ്പം തന്നു ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ച്. ചിരി വന്നു. വാവയ്ക്ക് വിശന്നാല് വാവ പാപ്പം തരാൻ പറഞ്ഞ് കരയും. വാവ ഇങ്ങനെ കരയരുത്. അയ്യോ ചിരിച്ചിരിച്ച് ചത്ത്. ഇതൊക്കെ അവന്റെ മോന്തയുടെ ഷേപ്പ് മാറുന്നത് വരെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ആഴ്ച ഇതിനപ്പുറത്ത് നമ്മൾ കണ്ടതാണ്. എന്നിട്ട് സിജോയുടെ മോന്തയുടെ ഷേപ്പ് മാറിയെന്നല്ലാതെ ഒന്നും മാറിയില്ല. അതുകൊണ്ട് എന്റെ പൊന്നു മോനെ ഗബ്രി, ആ വഴിയോടെ പോയി ഇറന്ന് മേടിക്കല്ലേ. നീ 2 കാലുമായിട്ട് ആ വഴിയോടെ നടക്കുന്ന കാണാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. പിന്നെ മല്ലയുടെ കൈയുടെ ചൂട് അറിയാൻ നിൽക്കല്ലേ. അത് അറിഞ്ഞാൽ നീ താങ്ങില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത്ര ഞാൻ പറയുന്നുള്ളൂ. ഗബ്രിയെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് കൂടി പോകും. സീസൺ 5 ജൂനിയേഴ്സിനോടൊക്കെ വല്ലാത്തൊരു ബഹുമാനം തോന്നുന്നുണ്ട് ഗബ്രിയുടെ ഈ ഒരു പട്ടി ഷോയും പ്രൊവോക്കിംഗ് കാണുമ്പോൾ. പിന്നെ ജിൻഡോനെ വ്യക്തിഹത്യ ചെയ്യുന്ന ആ ഒരു ലെവലിലേക്കും ഇവരുടെ ഈ ഒരു പ്രൊവോക്കിംഗ് പോകുന്നുണ്ട്. വാളെടുത്തവൻ വാളാലേ എന്നൊക്കെ പറഞ്ഞു. ജിൻഡോയുടെ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജിൻഡോ എടുത്തു പറഞ്ഞ ഒരു വളരെ ദുഃഖകരമായ ഒരു ഓർമ്മയാണ് ആ ഒരു വാളിന്റെ കാര്യമൊക്കെ. ഒരു വാള് പോരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യം. അതൊക്കെ എടുത്തിട്ട് അവരെ തന്നെ ചെറുതാക്കിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ മാറ്റിപ്പിടിക്കലിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ ഒരു ഒറ്റപ്പെടുത്തൽ പരിപാടി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെളിയിൽ സപ്പോർട്ട് ഉണ്ട് എന്ന് തോന്നുന്ന ഒരാളെ എടുക്കുക, മാക്സിമം പ്രൊവോക്ക് ചെയ്ത് ഉരു പൊട്ടിക്കുക. അതാണ് എല്ലാ സീസണിലും നമ്മൾ കണ്ടുവരുന്നത്. ഈ സീസണിലും ഗബ്രിയൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്ന അവന്റെ PR അവന് വേണ്ടി നല്ല പണി എടുക്കുന്നുണ്ട്, ഭയങ്കര പോസിറ്റീവ് ആണ് എന്നാണ്. ശരിക്കും എയറിലാണ് ഗബ്രിയൊക്കെ, താങ്ക്സ് ടു ഹിസ് PR. എന്തായാലും സിജോയുടെ വഴിയെ പോയി അടി മേടിക്കാനുള്ള ശ്രമങ്ങൾ 3G ആയി പോയതായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ജിൻഡോയ്ക്ക് ഒരു നൊബേൽ പീസ് പ്രൈസ് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നും കൊടുത്തതായി അറിയിച്ചു കൊള്ളുന്നു. സ്റ്റേ സ്ട്രോങ് മല്ലയ്യ. കുറയ്ക്കുന്ന പട്ടികൾ അങ്ങനെയൊന്നും കടിക്കാറൊന്നുമില്ല. ലൈവ് കാണുന്ന പ്രേക്ഷകർക്കും ചൊറിഞ്ഞു വരുന്നുണ്ട് ഈ ഒരു കൂട്ടം കൂടിയുള്ള അക്രമം കണ്ടിട്ട്. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.